ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലോണം റിവൈസ് ചെയ്താൽ എന്തായാലും നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഒരു തരം ഫോൾസ് മോട്ടിവേഷനാണ്. പകരം ഈ ലാസ്റ്റ് ഫേസിൽ ആക്ച്വലി നടന്ന ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഡോപ്പയിൽ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഫുൾ ടോപ്പിക് എല്ലാ ചാപ്റ്റേഴ്സും അടങ്ങിയ ഒരു മോഡൽ എക്സാം നടത്തും. സെയിം ലെവൽ ഒരു എക്സാം തന്നെ ഏറ്റവും ലാസ്റ്റ് നടത്തും. ഇതിൻ്റെ ഇടയിലുള്ള അവരുടെ ആ ഒരു ഗ്രോത്ത് നമുക്കും കുട്ടികൾക്കും അസസ് ചെയ്യാൻ വേണ്ടി. സോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബാച്ചിൻ്റെ ഈ ഡാറ്റയാണ്. ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷത്തെ ഡോപ്പയിലെ വൺ ഓഫ് ദ ടോപ്പേഴ്സ് ആയിരുന്നു ആയിഷ റഹ്മ. ആയിഷ റഹ്മയ്ക്ക് നമ്മളിവിടെ നടത്തിയ ഫസ്റ്റ് 720 എക്സാമിൽ ഫുൾ ടോപ്പിക് എക്സാമിന് കിട്ടിയ മാർക്ക് 518 ആയിരുന്നു. ഈ സെയിം ആൾക്ക് അവസാനത്തെ മോഡൽ എക്സാമിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 700. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദേവനന്ദയുടെ മാർക്ക് ഫസ്റ്റ് എക്സാമിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 358 ആയിരുന്നു. ഫൈനൽ മോഡൽ എക്സാമിലേക്ക് എത്തിയപ്പോഴേക്ക് ആ മാർക്ക് എന്ന് പറയുന്നത് 617. ആദ്യം നടന്ന മോഡൽ എക്സാമിൻ്റെ മാർക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കൂടുതൽ മാർക്കുകളും 500, 470, കുറച്ച് 300s, 417, 550 താഴെ. അതേസമയം നമ്മൾ ഫൈനലിൽ നടന്ന മോഡൽ എക്സാമിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ 670, 600, 600, 570, 600, 550. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഈ ഒരു 3 മാസം കൊണ്ടൊക്കെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു ലിസ്റ്റിൻ്റെ ആവറേജ് എടുത്താൽ പോലും ഒരു കുട്ടി ഒരു മിനിമം 100 to 150 മാർക്കിൻ്റെ ഒരു ജമ്പ് നടത്തിയിട്ടുണ്ട്. ഈവൻ 300 സ്റ്റാർട്ട് ചെയ്ത് 600 എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു റിവിഷൻ പ്ലാൻ ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോയ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ ഡോപ്പയിലാണെങ്കിലും നമ്മുടെ റിവിഷൻ സിസ്റ്റം എന്ന് പറയുന്ന അത്യാവശ്യം ഇൻറ്റൻസീവാണ്. ഈ ഒരു ഇൻറ്റൻസീവ് ഫേസിൽ കൂടെ അവസാനം വരെ സ്ട്രോങ് ആയിട്ട് പോയ കുട്ടികൾക്കാണ് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ ഇനി മുതൽ എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ആ ചോദ്യം ചോദിക്കുന്ന സമയം കൂടെ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവർ തന്നിരിക്കുന്ന ആ റിവിഷൻ പ്ലാൻ പ്രോപ്പറായിട്ട് അവസാനം വരെ ഫോളോ ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ സീ ദ റിസൾട്ട്.